എനിക്ക് എന്റെ ചാനലിന്റെ പേര് മാതിരി തന്നെ കാനഡയുടെ എല്ലാ മുക്കും മൂലയും കാണുന്ന ആഗ്രഹമുണ്ട്. അങ്ങനെ എല്ലാ പ്ലേസസും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ഉള്ള പ്രോവിൻസിന്റെ മേജർ സിറ്റീസ് എങ്കിലും കാണണം എന്നുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ പുറമെയാണ് ഈ ഒരു പോക്ക്. ഈ കാണുന്ന മാനൊന്നും അങ്ങ് ദൂരമൊന്നുമല്ല, വീട്ടിന്റെ ഡോറ് പറഞ്ഞാൽ നേരെ കാണുന്ന സ്ഥലമാണ്. ഈ മഞ്ഞൊക്കെ കൊണ്ട് ഇത്രയും രാവിലെ എങ്ങോട്ടാന്നല്ലേ പറയാം. ആദ്യം നമുക്ക് ടിമ്മിലൊക്കെ പോയിട്ട് 2 കോഫിയൊക്കെ വാങ്ങിയിട്ട് എന്നിട്ട് ഞാൻ പറയാം. നമ്മള് മന്ത്ലി വൺസ് എങ്കിലും ഈ കോസ്കോയിലും വാൾമാർട്ടിലൊക്കെ പോകാറുണ്ട്. അത് മന്ത്ലി ആക്കാൻ കാരണം ഒരുപാട് ദൂരെയാണ്. അറ്റ്ലീസ്റ്റ് ഒരു 1.5 hour പോകണം. നോർമലി നമ്മൾ ചൂസ് ചെയ്യുന്ന സിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിക്ക് സെയിന്റ് ജോൺസ് ആയിരുന്നു. അപ്പൊ അത് കുറച്ച് മടുത്തപ്പോൾ നമ്മൾ ലാസ്റ്റ് വീക്ക് ഫെഡറിക്ടൺ ഒന്ന് എക്സ്പ്ലോർ ചെയ്തായിരുന്നു. അപ്പൊ ഇത് രണ്ടും ഇവിടുത്തെ മേജർ സിറ്റീസ് ആണ്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ മോങ്ടൺ എന്ന് പറയുന്ന ഒരു വലിയൊരു സിറ്റിയിലോട്ട്, അതായത് ന്യൂ ബ്രൗൺസ്വിക്കിന്റെ വലിയൊരു സിറ്റിയിലോട്ട് പോകുന്നത്. മോങ്ടണിലോട്ട് മെയിൻലി വരാൻ ഈ ഒഡീസിസ് മൂവി കാണാനാണ്, അതും ഐമാക്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ 2.5 മണിക്കൂർ വണ്ടി ഓടിച്ചിട്ട് കോസ്കോ പോയിട്ട് സിനിപ്ലെക്സിന്റെ ഒരു കൂപ്പൺ കോഡും എടുത്തിട്ട് നമ്മൾ നേരെ പോയത് തിയേറ്ററിലോട്ടാണ്. സിനിപ്ലെക്സ് സെയിന്റ് ജോണിലുണ്ട്, ഫെഡറിക്ടണിലുണ്ട്, പക്ഷേങ്കിൽ ഐമാക്സ് ആകെ ഉള്ളത് മോങ്ടണിൽ മാത്രമാണ്. അങ്ങനെ നമ്മൾ സിനിപ്ലെക്സിന്റെ കൂപ്പൺ കോഡ് വെച്ചിട്ട് 2 മൂവി ടിക്കറ്റും പിന്നെ ഒരു ലാർജ് പോപ്കോണും പിന്നെ 2 സോഫ്റ്റ് ഡ്രിങ്ക്സും എടുത്തിട്ട് നേരെ സ്ക്രീനിലോട്ട് പോയി. അവിടെ നോക്കുമ്പം തിയേറ്ററിൽ ആരുമില്ല, നമ്മൾ 2 പേരും പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആൾക്കാർ. പക്ഷേങ്കിൽ തിയേറ്ററിൽ മൂവി തുടങ്ങാറായപ്പം കംപ്ലീറ്റ്ലി പാക്ഡ് ആയിരുന്നു. ഒരു 2-3 സീറ്റ്സ് അവൈലബിൾ അല്ലാണ്ട് ഫുള്ളി പാക്ഡ് ആയിരുന്നു. പക്ഷേങ്കിൽ ഈ മൂവി ഉണ്ടല്ലോ, അത് ഐമാക്സ് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. 3 hours അവിടെ സമയം പോയത് അറിഞ്ഞില്ല. അടിപൊളി മൂവിയാണ്. എന്തായാലും ഒരു 250 കിലോമീറ്റർ പെട്രോളും കത്തിച്ച് വന്നതല്ലേ, നമുക്ക് എന്തുകൊണ്ട് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ഈ ഒരു ടൗൺ അങ്ങനെ മൊത്തത്തിൽ അങ്ങ് എക്സ്പ്ലോർ ചെയ്തിടാന്ന് വെച്ചിട്ട് ഞങ്ങൾ ഫെയർഫീൽഡ് മാരിയറ്റിൽ റൂം ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്താല്ലേ, ഗ്രോസറി ഷോപ്പിങ്ങിന് വന്നാൽ പോലും ഹോട്ടലിൽ റൂമൊക്കെ എടുത്ത് സ്റ്റേ ചെയ്തിട്ട് സാധനങ്ങളൊക്കെ വാങ്ങും. ഇതെങ്ങനെ എന്റെ വീട്ടുകാരുണ്ട് ഞാൻ തലക്ക് ഓളാന്ന് വിചാരിക്കും. ഗ്രോസറി ഷോപ്പിംഗ് മാത്രമായിരുന്നില്ല നമ്മുടെ ഉദ്ദേശം. ആക്ച്വലി ഈ റെസ്റ്റോറൻറ്റിനെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. മെഡ്രാസ് കഫേ നമ്മളെ നാടൻ ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലമാണ്. അവിടെ വന്നിട്ട് ഇതൊക്കെ വായിച്ചപ്പോഴുണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് നാട് അങ്ങോട്ട് മിസ് ചെയ്ത്. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ പൊറോട്ടയും അപ്പമൊക്കെ ഓർഡർ ചെയ്തു. പക്ഷെ ഞാൻ മെനുവിൽ കണ്ടു വന്നത് നമ്മുടെ തലശ്ശേരിയുടെ മട്ടൻ ബിരിയാണിയുടെ ഗൈസ്. തലശ്ശേരിയുടെ ഇവിടെ ന്യൂ ബ്രൗൺസ്വിക്കിൽ എൻ്റെ സ്വന്തം നാട്ടിൻ്റെ ബിരിയാണി ഇവിടെ കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാനിവിടെ വന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ മോശമല്ലേ. ഈ ബിരിയാണി അങ്ങ് കഴിച്ചു തീർന്നപ്പം മനസ്സും വയറും വല്ലാണ്ട് അങ്ങ് നിറഞ്ഞു. അപ്പൊ മോങ്ടന്റെ ബാക്കി വിശേഷങ്ങൾ ഞാൻ പാർട്ട് 2 പറയാം. ബൈ.